ഹായ് ഗായ്സ്. ഇന്ത്യൻ 2 ഉലകനായകൻ കമൽഹാസനും ശങ്കറും ഒന്നിച്ച ഒരു ബ്രഹ്മാണ്ഡ ചിത്രം ഇന്നലെ റിലീസായി. രാത്രി 10 മണിക്കുള്ള ഷോയ്ക്കാണ് എനിക്ക് കിട്ടിയത് ടിക്കറ്റ്. എന്നടാ പണി വെച്ചിരിക്കെ. 1996 ശങ്കറിൻ്റെ ഡയറക്ഷനിൽ തന്നെ കമൽഹാസൻ തന്നെ അഭിനയിച്ച ഇന്ത്യൻ്റെ രണ്ടാം ഭാഗമാണിത്. ആ ടെക്നോളജി ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ അത്രയും സൂപ്പർബായിട്ട് ചെയ്തു വെച്ചൊരു പടത്തിനെ കൊന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ പടത്തിലൊന്നും ഒരു പിടുത്തവുമില്ല. എൻ്റെ പൊന്ന് ശങ്കറണ്ണ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ചെയ്തു വെച്ച പടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പടത്തിന് ഇങ്ങനെ കൊല്ലണമായിരുന്നു? 3 മണിക്കൂർ, 2 മണിക്കൂറും അല്ല, 3 മണിക്കൂറാണ് ഇരുത്തി ബോറടിപ്പിച്ച് കൊന്നെന്ന് പറഞ്ഞാൽ ഒരു ആവശ്യമില്ലാത്ത കുറേ സീക്വൻസിനെ കുത്തിത്തിരി കയറ്റി വലിച്ച് നീട്ടി 3 മണിക്കൂറാണ് ഈ പടത്തിന് ഓടിച്ചേക്കുന്നവർ. എന്തിനാണ് ഈ 3 മണിക്കൂർ പടത്തിന് ഇത്ര വലിച്ചു നീട്ടുന്നത്? അതിൽ ശരിക്കും പറഞ്ഞാൽ ആ 3 മണിക്കൂർ വലിച്ചു നീട്ടാനുള്ള ഒന്നുമില്ല അതിൻ്റെ അത് താത്തയുടെ ഒരു ചേസിങ് സീനുണ്ട്. എൻ്റെ പൊന്നോ, ശരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത് ഒരു സൂപ്പർ ഹീറോ ലെവലിലോട്ട് കൊണ്ടുവരുന്ന ഒരു ഫ്രീഡം ഫൈറ്ററാണ്. ഹീസ് എ ഫ്രീഡം ഫൈറ്റർ. പുള്ളി ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടാണ് ഫസ്റ്റിൻ്റെ അകത്ത് വന്നേക്കുന്നത്. ആ ഒരു ക്വാളിറ്റി ബിൽഡ് ചെയ്ത് അതേപോലെ തന്നെ ഇതിലൂടെ ചെയ്താൽ മതിയായിരുന്നു. ഇതിനെ പുള്ളിയെ കൊണ്ടുവന്നിട്ട് ന്യൂജൻ ലെവലിലോട്ട് കൊണ്ടുവന്നിട്ട് പുള്ളി മറ്റേ യൂത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പുള്ളി ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് പുള്ളിക്ക് നടക്കാൻ പോലും ഇത്തിരി ബുദ്ധിമുട്ടുള്ള രീതിയിൽ ഒരു പ്രായം ചെന്നൊരു മനുഷ്യൻ, അതായത് 96 അതിൻ്റെ അകത്ത് തന്നെ നെടുമുടി വേണു സാർ പറയുന്നുണ്ട്, ഒരു 70 വയസ്സായ ഒരു കിഴവനാണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്. അപ്പോൾ 96 70 വയസ്സായേക്കാണ്. ഇന്ന് ഈ 2024 ആണെങ്കിൽ 93 വയസ്സായിട്ടുണ്ടാവും. ഈ 93 വയസ്സായിട്ടുള്ള ഒരാളാണ് ഈ ഈ കാണിക്കുന്ന അഭ്യാസങ്ങൾ മൊത്തം. പോട്ടെ, അത് വിട്. പുള്ളിയുടെ ഒരു ചേസ് സീനാണ് ഒട്ടും ഡൈജസ്റ്റ് ആവാത്തൊരു സാധനം. പിന്നെ ആവശ്യമില്ലാത്ത കുറേ സെൻറ്റിമെൻറ്റ്സ് സീനിനെ കുത്തിത്തിരികെ കയറ്റിയിട്ടുണ്ട്. പിന്നെന്താ പറയുക, ഇനിയിപ്പോൾ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് ഇൻഡസ്ട്രിക്കകത്ത് ഒരു കറപ്ഷൻ ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒരു കഥയും ചെയ്യുകയില്ല. കാരണം വെച്ചാൽ ഒട്ടുമിക്കത് ഇതുകൊണ്ട് കാണിച്ചിട്ടുണ്ട് പുള്ളി. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിനെ വലിച്ചു നീട്ടേണ്ട ഒരാവശ്യമില്ലായിരുന്നു. പിന്നെ ക്ലൈമാക്സ് കൊണ്ട് തീർത്തേക്കുന്നത് എന്താണ് അവർ പുള്ളി ഉദ്ദേശിച്ചേക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല അതിൻ്റെ അകത്ത്. പിന്നെ ഇനിയിപ്പം ഈ വീഡിയോ ബാക്കി കാണുന്നവർ ഒരു കാര്യം ഞാൻ പറയാം, പടം കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇനി പറയുന്ന സ്പോയിലറാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഇത് ഉണ്ടാവും. നിങ്ങൾക്ക് കാണണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോയി കാണാം. 3 മണിക്കൂർ വേസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. ഫസ്റ്റ് തുടക്കത്തിൽ പടത്തിൻ്റെ ഒരു കുറച്ച് ഭാഗം നോർമൽ ഒരു പടത്തിൽ വരുന്ന സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിങ് ഒരു കറണ്ട് പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ ചെയ്തു വരുന്നതാണ്. അതിനുശേഷം ഇവർ ഹാഷ്ടാഗ് ഇട്ട് തുടങ്ങുന്നു. ഈ ഹാഷ്ടാഗ് നേരെ പോകുന്നു, ഹാഷ്ടാഗ് വൈറലാവുന്നു. ടപ്പായി എന്ന സ്ഥലത്ത് കിടക്കുന്ന അങ്ങേര് ഇത് കാണുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, മാസ്ക് ഇടുന്നു, ഇവിടെ വന്ന് ഫൈറ്റ് നടക്കുന്നു. നെടുമുടി വേണുവിൻ്റെ മോനാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ട് പുള്ളിയെ പിടിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നു. അങ്ങനെ കുറേ നേരം വലിച്ചു നീട്ടും. അതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർമ്മകല എന്ന് പറയുന്നൊരു സാധനം അതൊരു ലെജൻഡറി ആർട്ടാണ്. ആ സാധനം അതങ്ങനെ ഇന്ന് അന്യം നിന്ന് വരുന്നൊരു സാധനമാണ്. അതിൽ പല മർമ്മങ്ങളും പറയുന്ന സാധനങ്ങൾ. ഈ മർമ്മകല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയുന്ന പല കാര്യങ്ങളും പിന്നെ കുത്തിപ്പിച്ച കുതിരയാവും, കുരങ്ങനാവും, പിന്നെ ഇങ്ങനെ കുറേ സെറ്റപ്പുകളുണ്ട്. അതൊക്കെ ഒരാവശ്യമില്ലാത്ത ഇതാണ്. കാരണം വെച്ചാൽ മറ്റതിനകത്ത് പുള്ളി കത്തി വെച്ച് കുത്തുന്നു, ആളെ തീർക്കുന്നു, അത് അന്വേഷണത്തിലോട്ട് പോകുന്നു. ഇതിനകത്ത് പുള്ളി കത്തി വെച്ച് കുത്തി തീർക്കുന്ന ഒരാളെ ഉള്ളൂ, ബാക്കി എല്ലാവരെയും മർമ്മത്തിൽ കുത്തിയാണ് തീർക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ പറയുന്നുണ്ട്, നെടുമുടി വേണുവിൻ്റെ അടുത്ത് തന്നെ ഒരു കളരിയാശാൻ പറയുന്നുണ്ട്, പുള്ളി മർമ്മപ്രയോഗം നടത്തുന്നത് ആളെ ജീവനോടെ ഇരുത്തിക്കൊണ്ട് ആ ഇരിക്കുന്ന സ്റ്റേജിലാക്കാൻ മാത്രമേ ചെയ്യാറുള്ളൂ. ഇതിനകത്ത് പുള്ളി മർമ്മപ്രയോഗം ചെയ്ത് ആളെ കൊല്ലാനുള്ള പരിപാടിയായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നല്ലൊരു പോർഷൻ ഞാൻ പറയാം, ഒരു നല്ലൊരു പോസിറ്റീവ് വശം പറയാം. ആർട്ട് ടീം അത്യാവശ്യം നന്നാ പോലെ പണിയെടുത്തിട്ടുണ്ട്.
പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നത്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, മിക്കവാറും ക്യാമറാമാനായിരിക്കും. ആ ചേസൊക്കെ പിടിക്കാൻ ആശാൻ്റെ പരിപ്പിളകിയിട്ടുണ്ടാവും ഓടിച്ചിട്ട്. ഈ പടത്തിൻ്റെ സ്റ്റോറിയിലാണ് ഞാൻ ഭയങ്കര വീക്കാണ്. ഒന്നുമില്ല പടത്തിൽ, ഉള്ളി പോലെയാണ്. പൊളിച്ചിരുന്ന് സമയം കളയാന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെ അകത്തൊന്നുമില്ല. പക്ഷേ വേറൊരു കാര്യം വെച്ചാൽ ഈ പടത്തിൻ്റെ എനിക്കൊരു അവരുടെ കോൺഫിഡൻസ് ലെവൽ മനസ്സിലായത്, ഈ പടം ഹിറ്റാവുമോ ചിരി പോകുമോ എന്ന് അറിയാഞ്ഞിട്ട് കൂടി അവരൊരു 3-ാം ഭാഗം വരെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും വലിയ തമാശ. പക്ഷേ ഒരു കാര്യം പറയാം, 3-ാം ഭാഗത്തിൻ്റെ അകത്ത് അവർ കാണിക്കുന്ന പല കാര്യങ്ങളും, അത് ട്രെയിലറിൽ കാണിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഇതിലൂടെ നല്ലതാവാൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ കൊള്ളാമെന്നുള്ളൊരു ട്രെയിലറെ കണ്ടപ്പോൾ തോന്നിയത്. ഇപ്പോൾ ഈ സെക്കൻഡ് പാർട്ട് വെച്ച് നോക്കുമ്പോൾ ആ ട്രെയിലർ ഇത്തിരി ബെറ്ററാണ്, നല്ല ഇതാണ്, ഫാർ ബെറ്ററാണ്. അതായത് ഒരു സ്വാതന്ത്ര്യ സമരത്തിനെ ബേസ് ചെയ്തുള്ള കഥകളും പുള്ളിയുടെ പാസ്റ്റും അതുപോലെ തന്നെ പ്രായം കുറഞ്ഞ സമയത്തുള്ള കമൽഹാസൻ്റെ ആ ഒരു ഇതൊക്കെയാണ് കാണിക്കുന്നത്. എനിക്ക് ആക്ച്വലി ഈ ഇന്ത്യൻ 2 കണ്ടപ്പോൾ തോന്നുന്നു, ഈ ഉലകനായകൻ എന്ന് പറഞ്ഞ ലെജൻഡറി ആക്ടറായിട്ടുള്ള കമൽഹാസനെ ഒരുമാതിരി കോമാളി പരിവേഷത്തിലോട്ട് ആക്കി. അങ്ങനെ ആ ഒരു റെസ്പെക്റ്റ് ചെയ്യാണ്ടൊരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട് ഒരുമാതിരി കോമാളി വേഷം കിട്ടിച്ചു എന്ന് എനിക്ക് തോന്നിയത് പടം കണ്ടപ്പോൾ. അതുപോലെയാണ് ഈ പടം ചെയ്തു വെച്ചേക്കുന്നത്. 3 മണിക്കൂർ സത്യമായി എൻ്റെ ഒരു കത്തി ഉണ്ടായിരുന്നു, ഞാൻ സീറ്റ് മൊത്തം കുത്തി കയറിയാണ്. അമ്മാതിരി പടമായിരുന്നു. കണ്ട് എന്താ പറയുക, ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെച്ച് പോയതുകൊണ്ടാണെന്ന് അത് ഞാൻ വിചാരിച്ചു. പക്ഷേ അതല്ല, പടത്തിൻ്റെ അകത്ത് ഫുള്ള് എന്താ പറയുക, ലോജിക്ക് ബേസ് ചെയ്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ്. അയ്യോ, അതിൽ വേറൊരു സാധനമുണ്ട്. അപ്പോൾ ഒരു ഫൈറ്റ് സീനിൽ വയസ്സായ ബോഡി കാണിച്ചുകൊണ്ട് ഇങ്ങനെ കമൽഹാസൻ കുറച്ചേരം കണ്ണടച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കും. അപ്പോൾ എതിരാളികളുടെ എല്ലാ മർമ്മസ്ഥാനങ്ങളും പുള്ളിയുടെ മൈൻഡിലങ്ങനെ വരെയാണ്. ഒരു എയർ കൊടുത്തോണം, 6 പാക്കായി, ട്രൈസെപ്സ് ആയി, ചെസ്റ്റായി എല്ലാം തെളിയും. ബാക്കിയുള്ളവർ ജിമ്മിൽ പോയി പൊട്ടന്മാരോ ഒരു പിടുത്തത്തിലെല്ലാം റെഡിയായി. അതുവരെ എല്ലാം മറ്റേ എന്താ പറയുക, അലുവ കഷ്ണം പോലെ തൂങ്ങുന്ന ശരീരം പെട്ടെന്ന് സ്റ്റിഫ് ആവുക. ഇതൊക്കെ കുറച്ച് ചിന്തിച്ചാൽ പോലും കിട്ടാത്ത സാധനമാണ്. എന്താണ് ശങ്കർ ചെയ്തു വെച്ചേക്കുന്നത് അറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷമം തോന്നുകയാണ്, ദേഷ്യവും വരുന്നുണ്ട് ഇങ്ങനെ അടുത്ത്. കാരണം വെച്ചാൽ അന്യൻ, ഇന്ത്യൻ, എന്തിരൻ, എന്തിനും വണ്ണാണ്ടോ ഉദ്ദേശം, ഇതൊക്കെ ചെയ്തു വെച്ചൊരു മനുഷ്യനാണ് ഇങ്ങനൊരു മലങ്കൾട്ട് പടം ചെയ്തു വെച്ചേക്കണമെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് സിനിമയെ നല്ല വിഷമവും തോന്നുന്നുണ്ട്, ദേഷ്യവും തോന്നുന്നുണ്ട്. പൈസ പോയാലല്ല വിഷമം, ആ 3 മണിക്കൂർ വെറുതെ പോയി കളഞ്ഞു എന്ന് ആലോചിക്കുമ്പോഴാണ്. പിന്നെ എൻ്റെ റിവ്യൂ കണ്ടിട്ടോ അല്ലെങ്കിൽ ഇത് മറ്റുള്ള റിവ്യൂ കണ്ടിട്ടോ ആരും ഈ പടം കാണാൻ പോകരുതെന്ന് പറയുന്നില്ല. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി കാണാം, അത് അവരവരുടെ ഇഷ്ടമാണ്. ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂർ നിങ്ങൾക്ക് സമയം പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പോയി കാണാമെന്നുള്ളൊരു പടമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, വെറുതെ ഒക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ പോയി നിന്ന് എന്താ പറയുക, കുറച്ച് സമയം കളയാൻ പറ്റിയ സാധനം, അത്ര ഞാൻ പറയുന്നത്. അല്ലാതെ ഈ പടത്തിൽ വേറെ ഒന്നുമില്ല. ഒരു സൂപ്പർ ഹീറോ കഥ, അതായത് ഫ്രീഡം ഫൈറ്റർ എന്നുള്ള ലെവലിന് പകരം ഒരു എന്താ പറയുക, എന്താ പറഞ്ഞാൽ ശരിയാ, ഒരു അമാനുഷികനായ ഒരു ഫ്രീഡം ഫൈറ്റർ. പുള്ളി ആർക്കും പിടിക്കാൻ പറ്റില്ല, ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. അത്രേ ഉള്ളൂ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഡിങ്കൻ്റെ ഷെഡിയിട്ട് തത്ത, അതായത് സൂപ്പർ ഹീറോ, അതേ ഇത് പറയാൻ പറ്റുള്ളൂ. തമിഴ്നാട്ടിൽ ഇത് ഡൈജസ്റ്റ് ആവുമെന്ന് തോന്നുന്നു, വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നു, ഒന്നും അറിയില്ല. പക്ഷേ മലയാളികൾക്ക് ഇത് ദഹിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ പോരുന്ന ഒന്നൊന്നും മനസ്സിലാവാത്ത, സിനിമയെക്കുറിച്ചൊന്നും മനസ്സിലാവാത്ത, കഥ വലിയ താല്പര്യമില്ല, അത് കുറേ എന്തെങ്കിലും സംഭവങ്ങൾ കാണാനുള്ള പിള്ളേരെ കൊണ്ടുപോയി ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. അല്ലാതെ സാമാന്യ ബോധം വെച്ചിട്ട് ഈ പടം കാണാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ 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 ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. വിഷമം തോന്നുന്നു. ഈ കൊടുത്ത പൈസ പോകുന്നതല്ല, 3 മണിക്കൂർ ലൈഫിൽ 3 മണിക്കൂർ വെറുതെ വേസ്റ്റ് ചെയ്ത് കളഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ പറയാൻ. താങ്ക് യു. കാണാനുള്ളവർക്ക് പോയി കാണാം. എൻ്റെ റിവ്യൂ കേട്ടിട്ട് കാണാതിരിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. കാരണം വെച്ചാൽ ഞാനും ഫിലിം ഇൻഡസ്ട്രിയാണ്. നമുക്ക് സിനിമ എന്ന് പറയുന്നത് നമ്മുടെയും ഒരു ആഗ്രഹമാണ്, വരും തലമുറകളിലുള്ള ഒരുപാട് പേർക്കും ആഗ്രഹമാണ്. പക്ഷേ ദയവ് ഇമാതിരി സാധനങ്ങൾ ചെയ്ത് വയ്ക്കരുത് എന്നാണ് സീനിയറായിട്ടുള്ള ശങ്കർ സാറിനെ പോലുള്ള സീനിയറായിട്ടുള്ള
ഡയറക്ടേഴ്സിനോടുള്ള ഏക ഒരു അപേക്ഷ. അല്ലെങ്കിൽ ആ ഫസ്റ്റ് പാർട്ട് ചെയ്ത ആളെ കൊണ്ട് ഇനി സ്റ്റോറി എഴുതിപ്പിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ പടം റേഞ്ചായി പോയേനെ. എ ആർ റഹ്മാൻ്റെ മ്യൂസിക് ചെയ്തിരുന്ന മ്യൂസിക്കിന് അനിരുദ്ധിൻ്റെ കൊടുത്ത് അത് ആ ഒരു എന്താ പറയുക, ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്തേക്കുന്നൊരു പടം. അതായത് ഒരു തട്ടിക്കൂട്ട് പടം എന്ന് നമുക്ക് തോന്നുന്നുള്ളൂ. ഇത്രയും രൂപ പൊട്ടിച്ച് തട്ടിക്കൂട്ട് പടം എടുത്തെന്ന് തോന്നും. ഇനി മേലാൽ അങ്ങനെ ആവർത്തിക്കാതിരുന്നെങ്കിൽ അത്രയും നല്ലത്. നല്ല നല്ല പടങ്ങൾ ജനിക്കട്ടെ, നമുക്ക് കാണാൻ പറ്റട്ടെ, ഇതുപോലെ ആകാതിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പല പല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. റിവ്യൂ മാത്രമല്ല, പല പല വീഡിയോസും ഇതിലുണ്ടാവും. ഓക്കെ, താങ്ക് യു.